തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യം തിരിച്ചെടുത്ത് തലയൂരി കേരളം. തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ 70-അംഗ സംഘമാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. കേരള തമിഴ്നാട് സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ. മാലിന്യ നീക്കത്തിന് സനേജിക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാർ RCC റദ്ദാക്കും. 24 എക്സ്ക്ലൂസീവ് ഷഫീദ് റാവുത്തർ തിരുനെൽവേലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. ഷഫീദ്, തിരുനെൽവേലിയിൽ എത്തി അവിടുത്തെ മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നങ്ങൾ ഏത് തരത്തിലാണ്? ഇവിടുത്തെ ആശുപത്രി മാലിന്യങ്ങൾ തള്ളുന്നത്, അവിടെ അത് അപകടകരമാം വിധം നിക്ഷേപിച്ചിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. അതിനിപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നു ഉടൻ തന്നെ. എന്തെല്ലാം വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം ആദ്യമായി നമ്മൾ ഈ തിരുനെൽവേലിയിലെ ഈ പറയുന്ന ഈ സ്ഥലത്തേക്ക് അവിടേക്ക് എത്തുമ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത് വലിയ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിരുന്നു. പക്ഷേ ഹരിത ട്രൈബ്യൂണൽ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനുശേഷം നാളെയാണ് ഹരിത ട്രൈബ്യൂണൽ കൊടുത്തിരിക്കുന്ന സമയപരിധി കേരളത്തിന് അവസാനിക്കാതിരിക്കുന്നത്. കേരളത്തിന് വലിയ പഴി ഈ സംഭവത്തിൽ കേട്ടു. കാരണം കേരളം ഇങ്ങനെ തുടർച്ചയായി തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് വീഴ്ച തന്നെയാണെന്ന് ഹരിത ട്രൈബ്യൂണൽ ആവർത്തിച്ചൊരു സാഹചര്യത്തിലാണ് കേരളം വളരെ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടത്. ഇന്ന് രാവിലെ ഏതാണ്ട് 7:30-8 മണിയോടുകൂടി കേരളത്തിൽ നിന്നുള്ള സംഘം, ഒരു 70-അംഗ സംഘം, ഉദ്യോഗസ്ഥരടക്കം, അതിൽ ഈ ക്ലീൻ കേരളയുടെ ആൾക്കാരുണ്ടായിരുന്നു, തിരുവനന്തപുരം നഗരസഭയുടെ ആൾക്കാരുണ്ടായിരുന്നു, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം 70 പേരടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തി. 16ഓളം ലോറികൾ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തിച്ചു. ഇപ്പോൾ ഏറ്റവും അധികം ക്രൂരമായി ഇതിനെ ബാധിച്ച, ഈ ഗ്രാമത്തെ ബാധിച്ച മാലിന്യ നിക്ഷേപം നടന്ന സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഈ സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കേരളത്തിലേക്ക് ഈ ലോഡുമായി, അതായത് ഈ മാലിന്യ ലോഡുമായി തിരിക്കുന്ന ഒരു വാഹനമാണ്. അവിടേക്ക് മാലിന്യം നിറച്ചു കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ നമ്മൾ തിരുനെൽവേലി, നാഗർകോവിൽ, മാർത്താണ്ഡം വഴി തിരുവനന്തപുരത്തേക്ക് അവിടെ നിന്ന് സ്കെയിലിന്റെ പല സെന്ററുകളിലേക്കായിരിക്കും ബയോമെഡിക്കൽ വേസ്റ്റ് അത് തരം തിരിച്ചതിന് ശേഷം മാറ്റി സംസ്കരിക്കുന്നത്. അതേസമയം ക്ലീൻ കേരളയുടെ ഗോഡൌണിലേക്ക് മറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൊണ്ടുപോകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആ രീതിയിലുള്ള നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ ഉൾപ്പെടുത്താം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുനെൽവേലിയിൽ നിന്ന്.